ഹേ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമ്മളിപ്പോൾ മഹീന്ദ്രയുടെ കുറച്ചധികം ഇലക്ട്രിക് വാഹനങ്ങൾ കണ്ടിട്ടുണ്ട്. എല്ലാം അത്യാവശ്യം പോപ്പുലറാണ്, ഇഷ്ടംപോലെ ആൾക്കാർ വാങ്ങുന്നുണ്ട്. ആദ്യം നമ്മൾ കണ്ടത് BE6ഉം XUV9ഒക്കെയാണ് അവരുടെ മെയിൻ സ്ട്രീം വണ്ടികളായിട്ട് കുറച്ചും കൂടെ ആൾക്കാർ അറിഞ്ഞു തുടങ്ങിയത്. അതിന് മുന്നേ XUV400 അതുപോലെ ഇപ്പോൾ നമ്മുടെ XUV3, XUV അങ്ങനത്തെ വണ്ടികളൊക്കെ ഉണ്ട്. എന്തായാലും BE6ന് ശേഷം അതിൻ്റെ തന്നെ സെയിം ഒരു ഡിസൈനൊക്കെ ബേസ് ചെയ്തിട്ടുള്ള നമ്മുടെ BE7, അതായത് ആ വണ്ടിയുടെ ഒരു SUV ടൈപ്പിലുള്ള വേർഷനാണ് അവരിപ്പോൾ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുറച്ച് കാലം മുന്നേ ഈ വണ്ടിയുടെ ടെസ്റ്റിംഗ് വേർഷൻ നമ്മൾ ടെസ്റ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം മഹീന്ദ്രയുടെ SUV പ്രൂവിംഗ് ട്രാക്കിന് അടുത്തായിട്ടാണ് ഈ വണ്ടി പിന്നെയും സ്പൈ ഷോട്ട്സ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതായത് ടെസ്റ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ലീക്ക് ആയിരിക്കുന്നത്. കംപ്ലീറ്റ്ലി ക്യാമോഫ്ലാഷ്ഡ് ആണ്. ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇതിൻ്റെ ഡിസൈനൊക്കെ മനസ്സിലാവും ചോദിച്ചാൽ ഇല്ല. പക്ഷേ എന്നാലും ഒരു പരിധി വരെയൊക്കെ ഇവർ എന്താണോ കോൺസെപ്റ്റിൽ കാണിച്ചിരുന്നത് അതുമായിട്ട് നല്ല സിമിലർ ആയിട്ട് വയ്ക്കാൻ നോക്കിയിട്ടുണ്ട് ഇതിൻ്റെ ഡിസൈൻ. അതിൽ തന്നെ ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റിയിരിക്കുന്നതിൽ വെച്ചൊരു വളരെ വലിയ ഹൈലൈറ്റ് ഈ വാഹനത്തിൻ്റെ ഡോർസ് ആണ്. ഫ്ലഷ് ഫിറ്റിംഗ് ഡോർ ഹാൻഡിൽസ്, മിറേഴ്സ്, വലിയ അലോയ്സ് അതൊന്നല്ല. ആ ഡോറിലേക്ക് ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയ സംഭവം മനസ്സിലാവും. ഫ്രെയിംലെസ് ഡോർസ് ആണിത്. അതായത് ഇതിൻ്റെ അകത്ത് മിറേഴ്സിന് നമ്മൾ സാധാരണ വണ്ടികൾ കാണുന്ന നല്ലൊരു ബോർഡർ ഫ്രെയിം സാധനങ്ങളൊന്നും വരുന്നില്ല. അതിന് ഒരു ഫ്രീ സ്റ്റാൻഡിങ് യൂണിറ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. സംഭവം കൊള്ളാം. നമുക്ക് ഈ വണ്ടിയിൽ ആക്ച്വലി പ്രൊഡക്ഷൻ സ്പെക് വേർഷനിലേക്ക് ഇത് ശരിക്കും അവർക്ക് കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ ഒരു മെയിൻ സ്ട്രീം വണ്ടിയിൽ ഫ്രെയിംലെസ് ഡോർസ് വരുന്നത് ഇപ്പം ആദ്യമായിട്ടായിരിക്കും. ഇന്ത്യൻ വണ്ടിയിൽ പിന്നെ പോട്ടെ, അത് വേറൊരു കമ്പനിയും ചെയ്തിട്ടില്ല. അല്ലാതെ തന്നെ നമുക്കിപ്പോൾ ഒരു 30 lakhs 35 lakhs ഓർ ഈവൻ ഇതിപ്പം എങ്ങനെ കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ബേസിക് വേരിയൻസിലൊക്കെ കൊടുക്കേണ്ടി വരും. സോ അങ്ങനെയാണെങ്കിൽ തന്നെ നോക്കുകയാണെങ്കിൽ നമുക്കൊരു 30 lakhs താഴത്തായിട്ട് ഈ ടൈപ്പ് ഫ്രെയിംലെസ് ഡോർസ് കിട്ടുന്ന വണ്ടികളൊന്നും വേറെ ഇല്ല എന്ന് തന്നെ ഉറപ്പായിട്ടും പറയാം. അതപ്പം നല്ലൊരു ഇന്നോവേഷനാണ്. പിന്നെ സൈഡൊക്കെ നോക്കുകയാണെങ്കിൽ ഇത് കണ്ടില്ലേ, നമുക്ക് BE6 വരെ കൂപ്പയൊന്നുമല്ല, പ്രോപ്പർ SUV സ്റ്റൈലിംഗ് തന്നെയാണ് ഈ വണ്ടി കിട്ടുന്നത്. അതുകൊണ്ട് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ടാവും. സെക്കൻഡ് റോ ഇരിക്കാനാണെങ്കിലും പിന്നെ കയറാനുള്ള സുഖം. BE6ൻ്റെ ബാക്കിൽ കയറിയാണ് ഭയങ്കര പ്രശ്നമാണ്. ഫ്രണ്ടിൽ തന്നെ കയറാൻ ഭയങ്കര പ്രശ്നമാണ്. ഈ വണ്ടിക്ക് എന്തായാലും അങ്ങനത്തെ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. പിന്നെ അലോയ്സ് ഒക്കെ ആണെങ്കിലും നമുക്കിപ്പോൾ മഹീന്ദ്രയുടെ വണ്ടികളിൽ 19 ഇഞ്ചാണ് കിട്ടുന്നത്. സോ ഈ വണ്ടിയിലും 19 ഓർ മാക്സിമം 20 ഇഞ്ച് വരെ എക്സ്പെക്ട് ചെയ്യാം. 19 ഇഞ്ച് വരെ എക്സ്പെക്ട് ചെയ്താൽ മതി. ഈ റിയർ ഡിസൈൻ ഇത് നമുക്ക് ഓൾമോസ്റ്റ് അവർ എന്താണ് ഇതിൻ്റെ നമ്മുടെ ഈ ടീസേഴ്സിലും അതുപോലെ വണ്ടിയുടെ പ്രീ പ്രൊഡക്ഷൻ, അതായത് നമുക്ക് ജസ്റ്റ് ഒരു കോൺസെപ്റ്റ് മോഡൽസ് ഒക്കെ വേണ്ടി കാണിച്ചിട്ടുണ്ടായിരുന്നു. അതെങ്ങനെയാണ് ഉണ്ടായിരുന്നത്, സെയിം വണ്ടികളൊക്കെ തന്നെയാണ് അവർ ഇതിൻ്റെ ബാക്ക് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതായത് നമുക്കൊരു ഇത്തിരി ബാക്കിലേക്ക് ഇങ്ങനെ താഴത്തേക്ക് വരുമ്പോഴേക്കും ഒന്ന് അടിച്ചിറക്കിയിരിക്കുന്ന പോലത്തെ ഡിസൈനാണ്. അതല്ലാതെ നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് സിമിലർ പ്രൈസിൽ കിട്ടാൻ പോകുന്ന മഹീന്ദ്രയുടെ XUV9S ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ പോലും അതിൻ്റെ കുറച്ചും കൂടെ ബോക്സ് ഷേപ്പ് ആയിരുന്നു. ബാക്ക് ആണെങ്കിലും ഒരു ഇത്തിരി കൂടെ പ്ലെയിൻ ആയിട്ടാണ് കിട്ടുന്നത്. ഈ വണ്ടിക്ക് ഇപ്പോൾ ഇത് ജസ്റ്റ് ഒരു പ്രോട്ടോടൈപ്പിന് വയ്ക്കാനുള്ള ആ ഒരു ടെയിൽ ലാംപ്സ് വെച്ചിട്ടുണ്ടെന്നുള്ളൂ. അതായത് ജസ്റ്റ് കാണിക്കാൻ വേണ്ടി മാത്രം, വർക്ക് ചെയ്യാൻ വേണ്ടി മാത്രമുള്ള ടെയിൽ ലാംപ്സ് ആണ്. വണ്ടിയുടെ ഒറിജിനൽ ടെയിൽ ലാംപ്സ് ഇങ്ങനെ ആയിരിക്കില്ല. നമുക്ക് BE6 കിട്ടുന്ന പോലെ അതിൻ്റെ അവിടെ ഒരു കട്ടൗട്ടാണ്, ഒരു ബ്ലാക്ക് സാധനം കണ്ടില്ലേ, മൊത്തത്തിൽ C ഷേപ്പിൽ നിൽക്കുന്നത്. അതായിരിക്കും ഈ വണ്ടിയുടെ ഒറിജിനൽ ടെയിൽ ലാംപ്സ് വരാൻ പോകുന്നത്. അത് ചിലപ്പോൾ ഇപ്പം ജസ്റ്റ് പ്രൊഡക്ഷൻ ഫേസിലോ അല്ലെങ്കിൽ ഒരു ഡെവലപ്പിംഗ് ഫേസിലോ എന്തെങ്കിലും ആയിരിക്കും. അതുകൊണ്ടായിരിക്കും ഈ വണ്ടിയിൽ കൊടുക്കാത്ത. അല്ലെങ്കിൽ ചില വണ്ടികൾ ഇപ്പോൾ മഹീന്ദ്രയുടെ ആണെങ്കിലും സ്റ്റാർട്ടിംഗ് സെഗ്മെൻറ്റിലെല്ലാം ഒരു വണ്ടികൾ ഇങ്ങനെ ടെയിൽ ലാമ്പൊന്നും ഇല്ലാതെ വെറുതെയാണ് ടെസ്റ്റ് ചെയ്യാറുള്ളത്. ഇനി ഈ വണ്ടിയുടെ ലോഞ്ചോ ബാക്കി ഡീറ്റെയിൽസോ ഒക്കെ എന്തായിരിക്കും എന്നുള്ള കാര്യം നമുക്കറിയില്ല. മിക്കവാറും ഈ വർഷം അവസാനമൊക്കെ ആയിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കാം. കാരണം BE6 ലോഞ്ചായിട്ട് ഇപ്പോൾ കുറച്ചധികം കാലമായി. 2024 ലാസ്റ്റൊക്കെ എപ്പോഴാണ് ആ വണ്ടികൾ വന്നത്. 25 സ്റ്റാർട്ടിംഗ് എന്ന് പറഞ്ഞാലും പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. ഇനി ഈ വണ്ടിയുടെ ബാറ്ററി കൺഫിഗറേഷൻ സാധനങ്ങളൊക്കെ വലിയ വ്യത്യാസം ഉണ്ടാവില്ല. നമുക്കിപ്പം BE6, XUV9 രണ്ട് വണ്ടികളും 59ഉം 79 kWh കിട്ടുന്ന റിയർ വീൽ ഡ്രൈവ് കൺഫിഗറേഷനാണ് കിട്ടുന്നത്. രണ്ട് പവർ ഔട്ട്പുട്ട്സ് ഉള്ള വേർഷൻ വരുന്നുണ്ട്, 230 bhp അതുപോലെ 280 bhp. ഇനി അതല്ലാതെ നമുക്കിപ്പം XUV9S വന്നപ്പോൾ അതിൻ്റെ അകത്തൊരു മിഡിൽ ലെവൽ വേരിയൻ്റ് പോലെ അവർ 70 kWh ബാറ്ററി പാക്കും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ കുറച്ചുകൊണ്ട് ആൾക്കാർക്ക് ആക്സസബിൾ ആയിക്കോട്ടെ. അതുപോലെ മറ്റൊരു 7 സീറ്റർ വണ്ടിയാണല്ലോ, ഇത് 5 സീറ്റർ ആയിരിക്കും മിക്കവാറും. പക്ഷെ നമുക്ക് അവർ എക്സ്ട്രാ സ്പേസും കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ 9Sനൊക്കെ കുറച്ചുകൊണ്ട് പ്രീമിയം ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരിക്കും നമുക്ക് ഈ വാഹനത്തിൽ കിട്ടാൻ പോകുന്നത്. ഇപ്പോൾ ഡിസൈനൊക്കെ ആണെങ്കിലും ഇതാണ് ഈ വണ്ടിയുടെ കോൺസെപ്റ്റ് ഡിസൈൻ. സോ ഇതുമായിട്ട് അദ്ദേഹം പറഞ്ഞ അത്യാവശ്യം നല്ലൊരു സിമിലാരിറ്റി അവർക്ക് പാലിക്കാൻ പറ്റിയിട്ടുണ്ട് നമുക്ക് പ്രൊഡക്ഷൻ സ്പെക്കിലേക്ക് ഒന്ന് കമ്പയർ ചെയ്യുകയാണെങ്കിൽ പോലും. സോ അങ്ങനെ മറ്റൊരു 7 സീറ്റർ, ഇത് കുറച്ചും കൂടി ഒരു പ്രീമിയം ആയിട്ടുള്ളൊരു 5 സീറ്റർ വിത്ത് എക്സ്ട്രാ സ്പേസ് അങ്ങനെയൊക്കെ ആയിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നത്. എന്തായാലും ഇൻറ്റീരിയറിൻ്റെ കേസിലൊക്കെ ആണെങ്കിൽ നമുക്ക് BE6 ജസ്റ്റ് ഒരു മറ്റേ ഇത് ഡ്യുവൽ സ്ക്രീൻ ലേഔട്ട് മാത്രമേ ഉള്ളൂ. ഈ വണ്ടിയിൽ അങ്ങനെയല്ല. നമുക്ക് 9S 9E ഓർ ഈവൻ 7X എന്ത് വണ്ടിയാണെങ്കിലും ഇവരുടെ ഇപ്പോൾ ട്രിപ്പിൾ സ്ക്രീൻ ലേഔട്ട് കിട്ടുന്നുണ്ടല്ലോ, ആ സെയിം ഡിസ്പ്ലേ തന്നെയാണ് ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്ന. മൊത്തത്തിലൊരു ഒറ്റ യൂണിറ്റാണ്. സ്റ്റിയറിംഗ് വീലിൽ BEയുടെ ലോഗോ ഒക്കെ ആയിരിക്കും കിട്ടുന്നത്. പിന്നെ കുറേ ഇൻറ്റീരിയേഴ്സൊക്കെ ഇത്തിരി കൂടി സ്പോർട്ടി ആയിട്ടുള്ള പാറ്റേൺ ആയിരിക്കും. നമുക്ക് XUV9S 9E ആയാലും എല്ലാം ഒരു ഇത്തിരി നമ്മുടെ കൺവെൻഷണൽ 7X അതിലൊക്കെ വരുന്ന പോലത്തെ ഡിസൈനാണ്. ഇതിൽ പക്ഷേ നമ്മൾ BE6 കണ്ട പോലെ തന്നെ സെൻറ്ററിൽ ഒരു ഡിഫറൻഷ്യേറ്റിംഗ് കൺസോൾ കൊടുത്തിട്ടുണ്ട്. സെൻറ്റർ കൺസോളൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല സ്പോർട്ടി ആയിട്ടുള്ള പൊസിഷനിങ് ആണ് വരുന്നത്. സോ അങ്ങനെ നമുക്ക് BE6ൻ്റെ കുറച്ചുകൂടെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു സ്പോർട്ടി ട്രിമ്മിൽ നിൽക്കുന്ന ഒരു വണ്ടി വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് നോക്കാൻ വേണ്ടിയാണ് മഹീന്ദ്ര ഈ വാഹനം ഇറക്കാൻ പോകുന്നത്.
ബൈ ദ വേ ഇപ്പോൾ നമ്മൾ കാണിച്ചിരിക്കുന്നതെല്ലാം ഇതിൻ്റെ കോൺസെപ്റ്റിൻ്റെ ഇൻറ്റീരിയേഴ്സ് ആണ്. ഈ സീറ്റ് ഒന്നും എന്തായാലും റെയിൽ വണ്ടിയിൽ ഇത്രയും ഇതായിട്ടായിരിക്കില്ല. നമുക്ക് പക്ഷേ B6 കിട്ടുന്ന സീറ്റ്സ് ഒക്കെ തന്നെ ആയിരിക്കും ഈ വണ്ടിയിലും കിട്ടാൻ പോകുന്നത്. ബാക്ക് സീറ്റ്സ് എന്തായാലും കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിരിക്കും, അത് മാത്രമേ ഉള്ളൂ. ഇൻറ്റീരിയേഴ്സ് കോൺസെപ്റ്റ് അല്ലാത്ത വണ്ടിയുടെ സ്പൈസ് ഷോട്ട്സ് കാര്യങ്ങളും നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. അത് കിട്ടി തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷേ എന്നാലും ഇപ്പോൾ പതുക്കെ പതുക്കെ സ്പൈസ് ഷോട്ട്സ് വന്നു തുടങ്ങുന്നേ ഉള്ളൂ. ഇതിപ്പോൾ രണ്ടാമത്തെ സെറ്റ് സ്പൈസ് ഷോട്ട്സ് ആണ്. ഇതിന് പിന്നെ ആദ്യം ഈ വണ്ടി ഒന്ന് കണ്ടായിരുന്നു. ആ സമയത്ത് അങ്ങനെ അധികം ഡീറ്റെയിൽസ് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പോഴും നമുക്ക് ആ ഫ്രെയിംലെസ് ഡോർസ് ആണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നൊരു സംഭവം. ബാക്കി അങ്ങനെ പ്രത്യേകിച്ച് ഡീറ്റെയിൽസ് ഒന്നും ഇപ്പോഴും അങ്ങനെ കാര്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റിയിട്ടൊന്നുമില്ല. എന്തായാലും ഈ വണ്ടി വരുന്നതിനെ പറ്റിയുള്ള അഭിപ്രായം എന്താണ് നിങ്ങൾക്കുള്ളത് എന്ന് ഉറപ്പായിട്ടും താഴെ കമൻസിൽ പറയാം. പിന്നെ ഇത് വരുമ്പോൾ നമ്മുടെ XUV9S ആയാലും അല്ലെങ്കിൽ മഹീന്ദ്രയുടെ XUV9 തുടങ്ങിയ വണ്ടികൾക്കൊക്കെ എന്തെങ്കിലും ഒരു കോമ്പറ്റീഷൻ ആവും, B6 സെയിൽ എന്തെങ്കിലും സംഭവിക്കും എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്നും കൂടെ പറഞ്ഞേക്കാം. ഇതൊന്നും അല്ലാതെ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ആക്സറീസോ ക്ലീൻ പ്രൊഡക്ട്സ് ഒക്കെ ആണെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലെ പ്രൊഡക്റ്റ്സ് ഉറപ്പായിട്ടും ചെക്കൗട്ട് ചെയ്യാൻ മറക്കണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്കും സബ്സ്ക്രൈബും ഷെയർ ഒക്കെ ചെയ്ത് നമ്മൾ സപ്പോർട്ടും കൂടെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.